എൻ്റെ ജീവിതം അതെൻ്റേതു മാത്രം. അത് മറ്റാരുടെയും സ്വപ്നത്തിൻ്റെ കോപ്പിയല്ല. മറ്റാരുടെയും താരതമ്യത്തിൽ തകരാനുള്ളതല്ല. മറ്റാരുടെയും അഭിപ്രായത്തിൽ വഴിതെറ്റാനുള്ളതല്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്. ലക്ഷ്യമില്ലാത്ത ജീവിതം കടലിൽ ദിശയില്ലാതെ അലയുന്ന കപ്പൽ പോലെയാണ്. കാറ്റ് എങ്ങോട്ടാണോ അടിക്കുന്നത് അങ്ങോട്ടേക്ക് പോകും. തിരമാല എങ്ങോട്ടാണോ തള്ളുന്നത് അങ്ങോട്ടേക്ക് നീങ്ങും. ഇന്നത്തെ കുട്ടികളുടെ ജീവിതം അങ്ങനെയാവരുത്. മൊബൈൽ നയിക്കുന്ന ജീവിതമല്ല വേണ്ടത്. റീൽസ് നയിക്കുന്ന ശ്രദ്ധയല്ല വേണ്ടത്. പുറത്തുള്ള ലോകം വലിച്ചിഴയ്ക്കുന്ന മനസ്സല്ല വേണ്ടത്. കുട്ടിക്ക് ബാല്യത്തിൽ തന്നെ ഇതെല്ലാം മനസ്സിലാവണം. എൻ്റെ ജീവിതം വിലപ്പെട്ടതാണ്. എൻ്റെ സമയം വിലപ്പെട്ടതാണ്. എനിക്കൊരു ദിശ വേണം. എനിക്കൊരു ലക്ഷ്യം വേണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, കുട്ടിയെ വെറുതെ പഠിപ്പിച്ചാൽ പോരാ, മാർക്ക് വാങ്ങാൻ പഠിപ്പിച്ചാൽ പോരാ. കുട്ടിക്ക് ലക്ഷ്യബോധം കൊടുക്കണം. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതം ലക്ഷ്യമില്ലാതെ അലയുന്ന കപ്പലാകാൻ പാടില്ല. നിങ്ങളുടെ കുട്ടിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? കമൻറ്റ് ബോക്സിലോട്ട് രേഖപ്പെടുത്തിക്കോളൂ. നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യത്തിലൂടെ കുഞ്ഞിനെ നയിക്കാൻ സാധിക്കുന്നുണ്ടോ? ഓരോ ദിവസവും ഓരോ ചെറിയ ലക്ഷ്യം വെച്ച് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ശാന്തമായി ഇരുന്ന് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? കുട്ടിയെ പഠിപ്പിക്കുക എന്നത് വഴക്ക് പറയലല്ല, ഭയപ്പെടുത്തലല്ല, മൊബൈൽ പിടിച്ചു വാങ്ങലല്ല. അവരുടെ മനസ്സിനെ ചെറിയ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ് യഥാർത്ഥ പഠന പരിശീലനം. ഇന്നൊരു ചെറിയ ലക്ഷ്യം, നാളെ മറ്റൊരു ചെറിയ ലക്ഷ്യം, അങ്ങനെ 20 മിനിറ്റ് 30 മിനിറ്റ് ഉള്ള ശാന്തമായ പ്രാക്ടീസുകൾ. അങ്ങനെ പോകുമ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത്, എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും, എൻ്റെ സമയം വിലപ്പെട്ടതാണ്, ഞാൻ ഓരോ ദിവസവും എൻ്റെ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. കുട്ടിയുടെ ജീവിതം ലക്ഷ്യമില്ലാതെ അലയുന്ന കപ്പലാവരുത്. അതിനായി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം. ഒരു ഡെയിലി ഗോൾ പ്രാക്ടീസ്. അത് കുട്ടിയെ ചെറിയ ചെറിയ ബേബി സ്റ്റെപ്സ് എടുക്കാൻ തയ്യാറെടുപ്പിക്കുകയായിരിക്കും. നമുക്ക് ഒരു 3 കിലോമീറ്റർ നടക്കണമെങ്കിൽ ആദ്യം മുതൽ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചല്ലേ പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും കുട്ടി പഠിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ, കുട്ടിക്ക് എത്തിച്ചേരാൻ പറ്റാതെ കണ്ട് അമ്മയും മക്കളും ഒരുപോലെ വിഷമിക്കുമ്പോൾ ആലോചിക്കുക, നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്? കുട്ടിയെ ഒരു ചെറിയ ലക്ഷ്യം വെച്ച് ശാന്തമായി പഠിപ്പിക്കാൻ അറിയാത്തതാണോ? ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പല വീടുകളിലും പഠനം തുടങ്ങുന്നത് ശാന്തമായി അല്ല, ഒരു വലിയ വഴക്കോടെയാണ്. പഠിക്ക്, പുസ്തകമെടുക്കൂ, മൊബൈൽ മാറ്റിവെക്കൂ എന്നിങ്ങനെ പറഞ്ഞ് അമ്മയും ക്ഷീണിക്കുന്നു, കുട്ടിയും ക്ഷീണിക്കുന്നു, തളരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കുട്ടിയെ പഠിപ്പിക്കുന്നതെന്നത് വഴക്ക് പറയലല്ല, പുസ്തകം പിടിച്ചു വാങ്ങലല്ല, മൊബൈൽ പിടിച്ചു വയ്ക്കലല്ല. കുട്ടിയുടെ മനസ്സിനെ ശാന്തമാക്കി അവരുടെ ശ്രദ്ധയെ പഠനത്തിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അമ്മമാരുടെ ആദ്യത്തെ കർത്തവ്യം. അഥവാ അച്ഛനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അച്ഛൻ്റെയും. ഇന്നത്തെ കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതിന് കാരണം അവർക്ക് ഓരോ ദിവസത്തേക്കും ഒരു ചെറിയ വ്യക്തമായ ഗോൾ ഇല്ലാത്തത് തന്നെയാണ്. പഠിക്കെന്ന് പറയുമ്പോൾ കുട്ടിക്ക് തോന്നുന്നത് അതൊരു വലിയ മലയായിട്ടാണ്. നമുക്കിങ്ങനെ ഒന്ന് പരിശീലിപ്പിച്ചാലോ? ഇന്ന് 5 സ്പെല്ലിങ് മാത്രം പഠിച്ചാൽ മതി. ഇന്ന് ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം. ഇന്ന് 3 മാത്തമാറ്റിക്സ് പ്രോബ്ലം മാത്രം ചെയ്താൽ മതി. സയൻസിൻ്റെ ഒരു ചെറിയ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. കുട്ടിയെല്ലാം ഒന്നിച്ചു പഠിക്കണമെന്നില്ല. മെല്ലെ മെല്ലെ പഠനത്തിലേക്ക് താല്പര്യം ജനിപ്പിക്കുക എന്നതാണ് അത്യാവശ്യം. ഇവിടെയാണ് കുട്ടിയുടെ ബ്രെയിൻ പഠനത്തെ മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. കാരണം ചെറിയ ലക്ഷ്യം കുട്ടിക്ക് ഭയം ഉണ്ടാക്കില്ല. ചെറിയ ലക്ഷ്യം കുട്ടിക്ക് ഒരു തുടക്കം നൽകും. കുട്ടി പഠിക്കാനിരിക്കാത്തപ്പോൾ നമ്മൾ പലപ്പോഴും കരുതുന്നത് കുട്ടിക്ക് മടിയായതുകൊണ്ടാണെന്നാണ്. പക്ഷേ പ്രശ്നം മടിയല്ല. കുട്ടിക്ക് ക്ലാരിറ്റി ഇല്ല. എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം, എത്ര പഠിക്കണം. ഒരുപാട് സിലബസുകൾ സ്കൂളിൽ പഠിപ്പിക്കും. ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടത് ഏത്? അതിനെ എങ്ങനെ ഓർമ്മിച്ചെടുക്കണം, ഇതെങ്ങനെ പഠിക്കണം, തെറ്റിയാൽ എന്ത് ചെയ്യും? ഈ കൺഫ്യൂഷനാണ് പല കുട്ടികളെയും സ്റ്റഡി ടേബിളിൽ നിന്ന് അകറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡെയിലി ഒരു സ്മോൾ ഗോൾ പ്രാക്ടീസ് വേണമെന്ന്. ഓരോ ദിവസവും ഒരു ചെറിയ ലക്ഷ്യം വെച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് എന്ത് സംഭവിക്കും? കുട്ടിക്ക് പഠനം മാനേജബിൾ ആകും. പഠനഭയം കുറയും.
അറ്റൻഷൻ പതിയെ കൂടി വരും. സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് വിശ്വാസം വളരും. കുട്ടി പഠനത്തെ ഒരു ശിക്ഷയായി കാണാതെ ചെറിയ പ്രാക്ടീസായി കാണാൻ തുടങ്ങും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. കുട്ടിയോട് നിങ്ങൾ പറയുന്നു, ഇന്ന് മുഴുവൻ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കണം. പക്ഷെ കുട്ടിയുടെ ബ്രെയിൻ അന്നേരം തന്നെ റെസിസ്റ്റൻസ് കാണിക്കും. പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊന്ന് പറഞ്ഞാലോ, ഇന്ന് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ 2 പേജ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി, ബാക്കി നമുക്കിത് പഠിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. കുട്ടി വായിക്കും, കുട്ടി ഇരിക്കും. ഇത്രയല്ലേ പഠിക്കാനുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 1 മാസത്തെ തുണി കഴുകാനായിട്ട് കൂട്ടിയിടുക എന്ന് വിചാരിച്ചു. എന്നിട്ടത് കഴുകുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഭാരമുണ്ടാവും. എന്നാൽ ഓരോ ദിവസവും നനച്ചാലോ, അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നനച്ചാലോ ഭാരം കുറയുകയല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് കുട്ടിയുടെ പഠനവും. നമുക്ക് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പഠനം പരിശീലിപ്പിക്കാനാവണം. കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കാനാവണം. അപ്പോഴാണ് കുട്ടിയുടെ ഉള്ളിൽ ഒരു വിജയബോധമുണ്ടാകുന്നത്. എനിക്ക് വിജയിക്കാൻ പറ്റും. ഇവിടെയാണ് പഠനത്തിൻ്റെ എനർജി സ്റ്റാർട്ട് ചെയ്യുന്നത്. പേരൻസ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഒറ്റ ദിവസം കൊണ്ട് കുട്ടിയെ മാറ്റാൻ ശ്രമിക്കരുത്. ഒറ്റ ദിവസം കൊണ്ട് കുട്ടിയുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ പറ്റില്ല. ഇന്ന് 5 മിനിറ്റ്, നാളെ 10 മിനിറ്റ്, നാളെ കഴിഞ്ഞ് 15 മിനിറ്റ്, അങ്ങനെ മെല്ലെ മെല്ലെ സമയക്രമം കൂട്ടാം. ആദ്യ ലക്ഷ്യം പഠനത്തിൻ്റെ അളവല്ല. ആദ്യ ലക്ഷ്യം കുട്ടിയെ ശാന്തമായി ഇരുത്തുക എന്ന് തന്നെയാണ്. ആലോചിക്കുക, കുട്ടി ശാന്തമായി ഇരിക്കുമ്പോഴാണോ അതോ വഴക്ക് കഴിയുമ്പോഴാണോ നിങ്ങളുടെ വീട്ടിൽ പഠനത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നത്? സ്വയം ആലോചിച്ച് നോക്കുക. നമ്മുടെ കുഞ്ഞിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. കടലിൽ അലയുന്ന കപ്പൽ പോലെ ആവരുത് കുട്ടിയുടെ മനസ്സ്. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.